ഇസ്രയേലിന്റെ കൊടിയ വിഷമുള്ള പാമ്പ് ചീറ്റുന്ന ഓരോ നാവിൻ തുമ്പിലും ഹിസ്ബുള്ളയുടെ നേരെ തൊടുത്തുവിടുന്ന സ്ഫോടക അമ്പുകൾ. ഒരുപക്ഷെ ഇസ്രയേലിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാം. ഹിസ്ബുള്ളയിൽ ആരൊക്കെ ഭരിക്കണം, ആരൊക്കെ ജീവിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന കഴുകൻ. അതാണ് ഇസ്രയേലിയുടെ ചാരസംഘടനാ നേതാവ് മൊസാദ്. ൽ പുറത്തിറങ്ങിയ സ്പിൽബർഗ് ചിത്രം മ്യൂണിച്ച് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെക്കുറിച്ചുള്ള സിനിമാറ്റിക് വ്യൂ. എത്രയോ ഹോളിവുഡ് സിനിമകളാണ് മൊസാദിനെ കേന്ദ്രമാക്കി പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ മൊസാദ് ലെബനിൽ നടത്തിയ ഓപ്പറേഷൻ ഒരു സിനിമയുടെ തിരക്കഥ എഴുതാൻ പോലും അല്ലെങ്കിൽ പേടിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതിൽ ഹോളിവുഡ് പോലും ധൈര്യം കാണിച്ചില്ല. 3000 പേജറുകളുടെ ഒറ്റയടിക്ക് അപ്രതീക്ഷിത സ്ഫോടനം നടത്തുക, പിറ്റേന്ന് വോക്കി ടോക്കികൾ വഴി സമാന ആക്രമണത്തിൽ ശത്രുവിനെ വിറപ്പിക്കുക, അസാധ്യമെന്ന് കരുതുന്ന ഒരിക്കലും ചെയ്യരുതാത്തതുമായ യുദ്ധമുറ. ആ ഓപ്പറേഷൻ മൊസാദ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയതെന്നതാ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചത്. എങ്ങനെയായിരുന്നു ആക്രമണത്തിന്റെ സൂത്രധാരണം എന്നത് ഇന്നും ലോകത്തിന് പിടികിട്ടിയിട്ടില്ല. നിഗമനങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കൂ, അതിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ മരണമായിരിക്കുമെന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ലെബനിലെ ഹിസ്ബുള്ള തലവൻ ഹമാസ് നസറല്ല പ്രഖ്യാപിച്ചിരുന്നത്. മൊബൈൽ ഫോണുകൾ ട്രാക്ക് ചെയ്ത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി ആക്രമിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ഹിസ്ബുള്ള പോലെ തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളൊക്കെ ട്രാക്കിംഗ് സാധ്യത കുറഞ്ഞതാണ്. പഴയകാല സംവിധാനങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതും ഈ ചോർത്തൽ തടയുക എന്ന ലക്ഷ്യത്തോട് തന്നെയായിരുന്നു. 1996 ഹമാസ് നേതാവായിരുന്ന യഹിയ അഷിയാഷ് കൊല്ലപ്പെടുന്നത് മൊബൈൽ ഫോൺ വഴി ആക്രമണത്തിലായിരുന്നു. ഹമാസിന് വേണ്ടി ഉഗ്രശേഷിയുള്ള ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു യഹിയ എന്ന് പറയുന്നത്. ഹമാസിന്റെ എഞ്ചിനീയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാങ്കേതിക വിദ്യയിൽ മിടുക്കനായിരുന്ന യഹിയുടെ കൊലപാതകം അല്ലെങ്കിൽ കൊല ഹമാസിന് വൻ നഷ്ടമായിരുന്നു. അതിനുശേഷമാണ് ഹിസ്ബുള്ള അടക്കമുള്ള ഗ്രൂപ്പുകൾ ആശയവിനിമയം ചോരാതിരിക്കാൻ വേണ്ടി ഫോണുകൾ അകറ്റി നിർത്തിയത്. പേജറുകൾ വഴിയായിരുന്നു പിന്നീടുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. പേജറുകൾ റേഡിയോ സിഗ്നലിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. വോയിസ് ടെസ്റ്റ് മെസ്സേജുകൾ അയക്കാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റില്ല. ട്രാക്ക് ചെയ്യാനും പാടുള്ള ഒരു ലോ ടെക് ഡിവൈസ്. ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡർ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ വൻ സ്ട്രാറ്റജികളിൽ ഒന്നായിരുന്നു പേജർ. 3 മാസം മുമ്പാണ് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ 1000 പേജറുകൾക്ക് ഹിസ്ബുള്ള ഒരുമിച്ച് ഓർഡർ നൽകുന്നത്. US-ഉം യൂറോപ്യൻ യൂണിയനും അടക്കം ഒട്ടേറെ രാജ്യങ്ങൾ ലെബനന് മേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തായ്വാനിൽ നിന്ന് ലെബനിലേക്ക് എത്തിക്കാൻ കുറേയേറെ ക്ലിയറൻസുകൾ വേണ്ടിയിരുന്നു. ഇതിന് 3 മാസം സമയമെടുക്കേണ്ടി വന്നു. ഇതിനിടെയാകാം പേജറുകളിൽ മൊസാദിന്റെ ഓപ്പറേഷൻ നടന്നത് എന്നാണ് നിഗമനമുള്ളത്. പൊട്ടിത്തെറിച്ചതും അല്ലാത്തതുമായ പേജറുകളിൽ ലെബനൻ നടത്തിയ പരിശോധനകളിൽ പോലും എങ്ങനെയാണ് മൊസാദ് ഈ ആസൂത്രണം നടത്തിയത് എന്നാണ് മനസ്സിലാകാത്തതും. നിഗമനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നോ. പേജറുകളിൽ ഉപയോഗിച്ച് 2.7 സെന്റിമീറ്റർ കനവും 90 ഗ്രാം ഭാരവുമുള്ള റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ബാറ്ററികളാണ്. ഒന്നുകിൽ ഇത് ഒരുമിച്ച് പ്രത്യേക ടെക്സ്റ്റ് മെസ്സേജ് കോഡ് ഉപയോഗിച്ച് ഓവർ ഹീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 3 ഗ്രാം എക്സ്പ്ലോസീവ് ബാറ്ററിക്ക് പുറത്ത് നിറച്ചു. ഇതിന് പുറത്ത് മെറ്റൽ സോളർ ഉണ്ട്. സ്ഫോടന വസ്തു ഉണ്ടാക്കുന്ന ഫോഴ്സിലെ ലോഹശലകങ്ങൾ വഴി പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്. ഇത് സ്ഫോടക മാരകത വർദ്ധിപ്പിക്കുന്നു. ലെബനൻ സമയം വൈകിട്ട് 3 മണിക്ക് എല്ലാ പേജറുകളിലേക്കും ഹിസ്ബുള്ള നേതൃത്വത്തിൻ്റേത് എന്ന് കരുതുന്ന ഒരു പ്രത്യേക കോഡ് മെസ്സേജ് അയക്കുന്നു. സ്ഫോടനം നടന്ന ശേഷമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, തുടർച്ചയായ ബീപ് ശബ്ദം കേട്ട് പേജറുകൾ തുറന്നു നോക്കുകയോ കേട്ടു നോക്കുകയോ ചെയ്യുമ്പോഴാണ് സ്ഫോടനമുണ്ടാകുന്നത്. മുഖത്തും കണ്ണുകൾക്കും പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും കൈകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. അബദ്ധത്തിൽ പേജറുകൾ കയ്യിൽ വെച്ച് പൊട്ടിത്തെറിച്ച് മക്കളും കൊല്ലപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ നടുങ്ങിയ ലെബനന് ആദ്യം എന്താണ് സംഭവിച്ചത് എന്ന് പോലും വ്യക്തമായിരുന്നില്ല. ബെയ്റൂട്ട് മുതൽ ബെക്കാവാലി വരെയും എന്തിന് ഈ പേജറുമായി സിറിയയിലുണ്ടായിരുന്നവർക്ക് പോലും പരിക്കേറ്റിരുന്നു. സാധാരണ സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്ത് സുരക്ഷാ സംവിധാനം പൊളിക്കെ രീതിയൊക്കെ കാണാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഹാർഡ്വെയർ ഓപ്പറേഷൻ, അതും ഇത്രയും വിപുലമായ രീതിയിലുണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. ഹിസ്ബുള്ള പോലെ ആയുധശേഷിയും സാങ്കേതിക മികവുമുള്ള സംഘങ്ങൾക്ക് നൽകുന്ന ഉപകരണങ്ങൾ നേരിട്ട് തിരിമറി നടത്തുക എന്നത് അസാധ്യമായ നീക്കമാണെന്നാണ് മൊസാദ് പാളിച്ചുകൂടാതെ നടത്തിയത് എന്നുമാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. തായ്വാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അപ്പോളോ ഗോൾഡ് എന്തായാലും പേജർ ഉണ്ടാക്കിയത് അവരല്ല എന്നും വ്യക്തമാക്കി രംഗത്തെത്തി കഴിഞ്ഞു. ഹംഗറി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബാറ്റ് കമ്പനിയാണ് ഉൽപാദകൻ എന്നായിരുന്നു വിശദീകരണം.
ബുഡാപെസ്റ്റിലെ കമ്പനിയുടെ ആസ്ഥാനത്തെത്തിയ BBC അടക്കമുള്ള രാജ്യാന്തര മാധ്യമ പ്രവർത്തകർ വരെ ഞെട്ടിയിരുന്നു. A4 സൈസ് പേപ്പറിൽ ബാക്ക് എഴുതി വെച്ച് ഒറ്റ മുറി. യഥാർത്ഥത്തിൽ മൊസാദ് ഈ ഓപ്പറേഷന് വേണ്ടി തയ്യാറാക്കിയ ഷെൽ കമ്പനിയായിരുന്നു ബെക്കർ. ആദ്യ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് പിറ്റേ ദിവസം വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. പേജർ ആക്രമണത്തിൽ മരിച്ച ഹിസ്ബുള്ളയുടെ നേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾക്കിടെയായിരുന്നു രണ്ടാമത്തെ സ്ഫോടനം. 2 സ്ഫോടനങ്ങളുമായി 30ഓളം പേരാണ് മരിച്ചത്. 3000ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 200-ലേറെ പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഐകോം എന്ന ജപ്പാനീസ് കമ്പനിയുടേതായിരുന്നു വോക്കി ടോക്കികൾ. ബ്രാൻഡ് മാത്രമേ തങ്ങളുടേതായുള്ളൂ. അടുത്ത കാലത്ത് ലാപ്ടോപ്പും മൊബൈലുകളുമാണെന്ന് വാർത്ത പരന്നതോടെ ജനം മൊബൈലുകൾ വലിച്ചെറിഞ്ഞു. ആക്രമണം ഉണ്ടാക്കിയ ആൾനാശത്തെയും പരുക്കുകളെയും ഹിസ്ബുള്ളയെ മുറവേൽപ്പിച്ചിട്ടുണ്ട്. സ്വന്തം സുരക്ഷാ സംവിധാനത്തിലേക്ക് മൊസാദ് നുഴഞ്ഞു കയറിയെന്ന യാഥാർത്ഥ്യമാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം മുഴുവൻ താളം തെറ്റി. പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും പരിക്കേറ്റു. എന്താണ് ഹിസ്ബുള്ള? ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ കടുത്ത പകയ്ക്ക് പിന്നിലെ കഥ എന്താണ്? ഇസ്രയേൽ വിരുദ്ധത തന്നെയാണ് ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിന് പിന്നിൽ. 1982-ലാണ് ഇസ്രയേൽ ലെബനിൽ അധിനിവേശം നടത്തുന്നത്. ഇസ്രയേലെ പ്രതിരോധിക്കാൻ ഇറാൻ പിന്തുണയോടെ രൂപീകരിക്കപ്പെട്ട ഷിയ മുസ്ലിം സംഘടനയാണ് ഹിസ്ബുള്ള. ആയുധവും പരിശീലനവും സാങ്കേതിക വിദ്യയും ഇറാൻ നൽകിയതോടെ സംഘടന സായുധമായി ശക്തിപ്പെട്ടിരുന്നു. ലോകത്തെ അത്യാധുനിക ഇന്റലിജൻസ് സംവിധാനം, സൈനിക ശേഷിയുമുള്ള ഇസ്രയേലിലെ ഹിസ്ബുള്ള 2000-ഓടെ ലെബനിൽ നിന്ന് തുരത്തിയിരുന്നു. ഒരർത്ഥത്തിൽ ഇസ്രയേൽ തോൽവി സമ്മതിച്ചിട്ടുള്ളത് ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ മാത്രമാണ്. US-ഉം യൂറോപ്യൻ യൂണിയനും UAE-യും അടക്കം 60 രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണിത്. ലെബനൻ പാർലമെന്റിൽ നിർണായക സ്വാധീനമാണ് ഹിസ്ബുള്ളയ്ക്കുള്ളത്. ലെബനിൽ സായുധ കലാപം നടന്ന സമയത്താണ് ഹിസ്ബുള്ള രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. നിലവിൽ 128 അംഗ ലെബനൻ പാർലമെന്റിൽ 25 അംഗങ്ങൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. അവരുടെ സായുധ പിന്തുണയില്ലാതെ ലെബനന് നിലനിൽപ്പില്ല. ആയുധശേഷിയും പുതിയ സാങ്കേതിക വിദ്യയുമുള്ള സായുധ സംഘടനയാണ് ഹിസ്ബുള്ളയുടേത്. ഗസയിൽ ഹമാസും യമനിലെ ഹൂതി വിമതരും കൈകോർത്ത് ഇസ്രയേലിന്റെ ശത്രുപക്ഷത്താണ് ഹിസ്ബുള്ള ഇന്നുള്ളത്. ഗസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഹമാസിനും ഹിസ്ബുള്ളയുടെയും അല്ലെങ്കിൽ അവർക്ക് പിന്നിൽ ഇറാന്റെയും പിന്തുണയുണ്ടായിരുന്നു. സുന്നികളായ ഹമാസിന് ഷിയാക്കളെ തങ്ങളുടെ പിന്തുണയ്ക്കുണ്ട് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് അറബ് വികാരം ഉണർത്താൻ വേണ്ടിയിട്ടാണ്. വടക്കു നിന്നുള്ള ഈ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനിലെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതും അതുകൊണ്ട് തന്നെയായിരുന്നു. അതിനിടെയായിരുന്നു മിസൈലുകൾ അയച്ച് ശക്തി പ്രകടിപ്പിച്ചിരുന്നത്. ഒരു യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള കരുതലോടെയായിരുന്നു ഇതുവരെ ഹിസ്ബുള്ളയുടെ പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ ആ പ്രതികരണം താളം തെറ്റിയിരിക്കുകയാണ്. അണികളെ ബോധ്യപ്പെടുത്താനുള്ള പ്രത്യാക്രമണങ്ങൾക്ക് അപ്പുറത്തേക്ക് ദീർഘകാലം നീളുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് താല്പര്യമില്ലായിരുന്നു. സാമ്പത്തികമായി തകർന്ന ലെബനന് ഒരു യുദ്ധത്തിനുള്ള ശേഷിയില്ലാത്തതാണ് കാരണമായത്. യുദ്ധം ഭയന്ന് ഇരു രാജ്യങ്ങൾക്കും അതിർത്തിയിൽ നിന്നുള്ള 10,000-ങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നാക്കിയത് ഇസ്രയേലിന്റെ പ്രധാനമാണ്. അതിനെ ഹിസ്ബുള്ളയെ ഒതുക്കണം. ഹിസ്ബുള്ളയുടെ ഹോം ഗ്രൗണ്ടായ തെക്കൻ ലെബനൻ തന്നെ പിടിക്കണം. ഹമാസിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് ആക്രമണമുന തിരിക്കുന്നതിന് പിന്നിൽ നെതന്യാഹുവിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് യുദ്ധം ഒരിക്കലും അവസാനിക്കരുത് എന്ന ആഗ്രഹമാണ്. ലെബനൻ ആക്രമിക്കാൻ ഉത്സാഹം കാട്ടാത്ത പ്രതിരോധ മന്ത്രി യവ് ഗാലന്റ് മാറ്റാൻ വരെ നെതന്യാഹു ആലോചിച്ചിരുന്നു. ജനപിന്തുണ നഷ്ടപ്പെട്ട നെതന്യാഹുവിന് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ യുദ്ധം തുടരേണ്ടത് അത്യാവശ്യമാണ്. യുദ്ധം നിർത്തിയാലുടൻ നെതന്യാഹു അധികാര ഭ്രഷ്ടനായിപ്പെടും. കോടതികളിൽ പെൻഡിംഗ് ഉള്ള അഴിമതി കേസുകൾ ആക്റ്റീവാവും. ചിലപ്പോൾ ശിഷ്ടകാലം അഴിക്കുള്ളിലാകും. സാമ്പത്തികവും സായുധവുമായ സകല പിന്തുണയുമായി US-നെ പോലെയുള്ള വൻ ശക്തികൾ ഒപ്പമുണ്ട്. അപ്പോൾ യുദ്ധക്കോപ്പുകൾക്ക് ക്ഷാമമില്ല. ഗസ തരിപ്പണമാക്കിയ സ്ഥിതിക്ക് പുതിയ ശത്രുവിനെ കണ്ടെത്തണം. പരമാവധി പ്രകോപിപ്പിച്ചിട്ടും ഇറാൻ കുലുങ്ങിയിരുന്നില്ല. ഇളക്കി മറിയുകയാണ് മറ്റൊരു മാർഗം. തെക്കൻ ലെബനൻ കേന്ദ്രമാക്കി സൈനിക ട്രൂപ്പുകളെ ഇറക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഗസയിൽ നിന്ന് ക്ഷീണിതരായ എണ്ണത്തിൽ കുറഞ്ഞ ഇസ്രയേൽ സൈനികർ തെക്കൻ ലെബനൻ അതിർത്തിയിൽ ഫോക്കസാണ് ചെയ്യുന്നത്. അതിർത്തിയിലും ആകാശത്തിലും ലെബനനെ യുദ്ധഭീതിയിലാക്കുകയാണ് ഇസ്രയേല്. സൗത്ത് ലെബനിലൂടെ ഒഴുകിപ്പോകുന്ന ലിത്വാനി നദിക്ക് അക്കരയിലേക്ക് ഹിസ്ബുള്ളയെ ഒതുക്കുകയാണ് ഇസ്രയേൽ പടയൊരുക്കത്തിന് പിന്നിൽ യുദ്ധമെന്നാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നെതന്യാഹു വരുന്നത്. ഒക്ടോബർ 7-ന് ഇസ്രയേലിന് ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തുമ്പോൾ മൊസാദ് എവിടെ പോയി എന്നായിരുന്നു ഇസ്രയേൽ നേരിട്ട പ്രധാന ചോദ്യം എന്ന് പറയുന്നത്.
പഴുതടച്ച ഇന്റലിജൻസ് പേരുകേട്ട മൊസാദ് എന്തുകൊണ്ട് ഈ ആക്രമണത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല എന്നതും മൊസാദിന്റെ ചരിത്രം നോക്കുമ്പോൾ അത് അവിശ്വസനീയമായി തുടരുകയാണ്. ആ വീഴ്ചയ്ക്ക് പേജർ അറ്റാക്കിലൂടെ പകരം വീട്ടി എന്നതാണ് മൊസാദ് കരുതുന്നത്. ആക്രമണത്തിന് പിന്നിൽ അവരാണെന്ന് ഇസ്രയേൽ ഇതുവരെ സമ്മതിച്ചില്ല എങ്കിലും കൃത്യമായ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കാത്തിരുന്ന കൃത്യസമയത്ത് സൂക്ഷ്മതയോടെ ആക്രമണം നടത്തുകയാണെന്ന രീതി മൊസാദിന്റേതാണ്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലുമ്പോഴും ഇതേ സൂക്ഷ്മതയായിരുന്നു മൊസാദിനുണ്ടായിരുന്നത്. ഇറാന്റെ പുതിയ ഭരണാധികാരിയായി പെസ്കിഷിയാൻ ചുമതലയേൽക്കുന്ന സമയത്ത് ഇറാന്റെ കർശന സുരക്ഷയുടെ മൂക്കിന് താഴെയായിരുന്നു ആ ഒരു ആക്രമണം മൊസാദ് നടത്തിയിരുന്നത്. ഇറാനിലെത്തുമ്പോൾ അദ്ദേഹം പതിവായി കഴിയാറുള്ള അതീവ സുരക്ഷാ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ മുറിയിലേക്ക് അന്ന് മൊസാദ് ബോംബ് വെച്ച് ആക്രമണം നടത്തുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഹനിയ ആ മുറിയിലെത്തിയ ദിവസം രാത്രിയിൽ സ്ഫോടനം ഡ്രോൺ വഴിയുള്ള ആക്രമണമാണെന്നും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിന്റെ തുമ്പുകളൊന്നും കിട്ടിയില്ല. ഇസ്രയേലി ഇറാനോ അതിനെപ്പറ്റി വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ല. ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാന്റെ പ്രതികരണം ഇസ്രയേലിലേക്ക് വലിയ വ്യാപ്തിയില്ലാത്ത റോക്കറ്റുകൾ തൊടുന്നതിൽ ഒതുക്കിക്കളഞ്ഞു. ഇസ്രയേൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചും യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഇറാൻ അതേ മാർഗനിർദ്ദേശം തന്നെയാകും ലെബനനും ഹിസ്ബുള്ളയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. മിതവാദിയായ പുതിയ പ്രസിഡന്റ് പെസ്കിഷിയാൻ യുദ്ധപ്രേമിയുമല്ല. ഇസ്മായിൽ ഹനിയയുടെ കൊലയുടെ പിന്നിൽ ഇസ്രയേൽ ലക്ഷ്യമിട്ട മേഖലകൾ കൂടുതൽ പോർമുഖങ്ങൾ തുറക്കുമെന്നാണ് അന്ന് കരുതിയിരുന്നത്. തിരിച്ചടിക്ക് ഇറാനെ നിർബന്ധിക്കുകയാണ് ഹമാസ് നേതാവിനെ ഇറാനിൽ വധിച്ചതോടെ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണവും പ്രാദേശിക യുദ്ധത്തിലേക്ക് മറ്റുള്ളവരെ കൂടി വലിച്ചിഴയുകയാണ് ലക്ഷ്യമാക്കുന്നത്. ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ചുറ്റും ശത്രു രാജ്യങ്ങൾ വലയം ചെയ്തിട്ട് നിന്നിട്ടും ഇസ്രയേലിനെതിരെ രംഗത്ത് വരാൻ ആരുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രയേൽ ഉപരോധം കാരണം ഇപ്പോൾ തന്നെ പാതി ഇരുട്ടിലായ ഈജിപ്തും ആക്രമണമുന നീട്ടാനുള്ള സാധ്യതയില്ല. ഇസ്രയേലിന്റെ യുദ്ധ താല്പര്യത്തിന് തക്ക എതിരാളി നിലവിൽ പശ്ചിമേഷ്യയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനും ലെബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തി വിമതരും ഒന്നു പിടിച്ചാലും ഇസ്രയേലിനെ നേരിടാനാകില്ല. ഗസയോടോ പലസ്തീനോടോ സൗദിയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. ഇറാനെതിരെയുള്ള പൊതുവിരോധം, സൗദിയിലെ എണ്ണപ്പാടങ്ങൾ, ഹൂത്തി വിമതർ നടത്തുന്ന തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളിലൊക്കെ ഇതിനൊരു കാരണം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യ വിഷയമായി ഇസ്രയേൽ ഗസ സംഘർഷം നിലനിൽക്കുമ്പോൾ നെതന്യാഹു വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിന്റെ സ്വയം സംരക്ഷണാവകാശം സംരക്ഷിക്കണമെന്ന നിലപാടുകാരനാണ് കമലാ ഹാരിസും ഡെമോക്രാറ്റിക് പാർട്ടിയും. ലെബനൻ കൂടി ആക്രമണ കേന്ദ്രമാകുന്നുവെന്ന് കണ്ടതോടെ കിട്ടാവുന്ന വിമാനത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ വരാൻ US അവരുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പുതിയ ഭാഗത്തേക്ക് തങ്ങൾ കടന്നുവെന്ന് പ്രതിരോധ മന്ത്രി യെവ് ഗാലന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. പ്രശ്നത്തിന് തന്ത്രപരമായ പരിഹാരം വേണമെന്ന് USഉം വ്യക്തമാക്കി. ഇസ്രയേലും ഹിസ്ബുള്ളയും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെടുമ്പോഴും അത് കൂസലില്ലാത്ത മട്ടിൽ പോവുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കാൻ UN രക്ഷാസമിതി ഇടപെടണമെന്ന് ലെബനന്റെ ആവശ്യവും ഫലം കാണുമെന്ന് ലക്ഷണമില്ലാത്ത ലോകത്തെ ഏറ്റവും വിനാശകരമായ യുദ്ധതന്ത്രങ്ങളിലെന്നാണ് മൊസാദിന്റെ പേജർ അറ്റാക്ക് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാതെ സാധാരണക്കാരുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത യുദ്ധമുറ അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവൻ ഭീതിയിലാക്കുകയാണ്. ആൾനാശത്തേക്കാൾ ആത്മവിശ്വാസത്തിന് മുറിവേറ്റ ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുപക്ഷത്തെ വിറപ്പിച്ച ഇസ്രയേൽ നീക്കം സമാന ആക്രമണങ്ങളുടെ ഭീതിയിലേക്ക് കൂടി ലോകത്തെ തള്ളിയിടുകയാണ്. പ്രതിരോധത്തിന് ഏതടവും പയറ്റാനും ഏത് സംരക്ഷണ അല്ലെങ്കിൽ ഏത് സുരക്ഷാ മേഖലയും നുഴഞ്ഞു കയറി പൊളിക്കാനും പറ്റുന്ന ശക്തിയായി ഇസ്രയേൽ മാറുന്നത് പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാക്കുകയാണ്. ഇതാണ് മൊസാദിന്റെ ഏറ്റവും വലിയ പ്ലാനിംഗ് അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത്.